നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ വിജയിക്കാൻ മറന്നൊരു കളിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അത്രയധികം അവസരങ്ങൾ, ഈ അവസരങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതിൽ ബാഴ്സലോണ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് അവർക്ക് തിരിച്ചടിയാവുന്നത്. ചാവി ഹെർണാണ്ടസ് വീണ്ടും പറയുന്നത് നന്നായിട്ടാണ് ഞങ്ങൾ കളിച്ചത്, പക്ഷേ ഗോളടിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഒറ്റ ഗോൾ അടിച്ചു, 1-1 സമനില. വലൻസിയ FC ബാഴ്സലോണയെ സമനിലയിൽ പിടിച്ചു. കളിയുടെ 55-ാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സ് ആണ് FC ബാഴ്സലോണയുടെ ഗോൾ കണ്ടെത്തിയതെങ്കിൽ ഗുലാമാണ് 70-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളിലൂടെ വലൻസിയ ഒപ്പം പിടിക്കുകയായിരുന്നു. അവസരങ്ങൾ തുലച്ച ബാഴ്സലോണക്ക് 2 പോയിന്റ് കൂടി നഷ്ടമാകുന്നു. 17 കളികളിൽ നിന്ന് അവർക്കിപ്പോൾ 35 പോയിന്റേ ഉള്ളൂ. 16 കളികളിൽ നിന്ന് 39 പോയിന്റുള്ള ബാഴ്സ, റയൽ മാഡ്രിഡ് രണ്ടാമതും അത്രയും കളികളിൽ നിന്ന് 41 പോയിന്റുള്ള ജിറോണ ഒന്നാമതുമാണ്. ശ്രദ്ധിക്കുക, ഇവരൊക്കെ ബാഴ്സയേക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. എന്നിട്ടും നല്ല പോയിന്റ് ഡിഫറൻസിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ബാഴ്സയ്ക്ക് ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നത് വ്യക്തമാവുകയാണ്. സാവി ഹെർണാണ്ടസ് കളിക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങൾ റൈറ്റ് പാത്തിൽ തന്നെയാണ്, ഞങ്ങൾ ഇപ്പോഴും ശരിയായ പാതയിൽ തന്നെയാണ്. ഒബ്വിയസ്ലി ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കിരീടം ചൂടണമെങ്കിൽ ഇനി ഇംപ്രൂവ് ചെയ്യണം, പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡ്രസ്സിംഗ് റൂം ശരിയാണ്, അപ്സെറ്റ് ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങൾ നന്നായിട്ട് കളിച്ചു, പക്ഷേ എന്നിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ദുഃഖമുണ്ട് എന്ന് ചാവി പറയുമ്പോൾ താൻ വലിയ ദേഷ്യത്തിലാണ് എന്നാണ് ജാവോ കൻസേലോ പറയുന്നത്. ഞങ്ങൾക്ക് ഗോൾ അടിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു, 4 ഗോളുകളെങ്കിലും അടിക്കാമായിരുന്നു, 4 ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് സംഭവിച്ചില്ല. ഈ റിസൾട്ട് ബാഡ് റിസൾട്ട് തന്നെയാണ്. ഈ ഒറ്റ പോയിന്റ് കൊണ്ട് ഒന്നും നേടാനായിട്ടില്ല എന്ന് തന്നെ ജാവോ കൻസേലോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.